മുരളിയായിരുന്നോ? വാ മുരളി. വസുന്ധര ഏർപ്പെടുത്തിയ ഡോക്യുമെന്റ് റൈറ്ററാ. എന്തായി മുരളി കാര്യങ്ങള്? വസുന്ധര മേഡം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അണുവിള വ്യത്യാസമില്ലാതെ ഞാനത് നടത്തിയെടുത്തിരിക്കും. അപ്പോ ഗൗതം ഒപ്പിട്ട ആ ഡോക്യുമെന്റ്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയോ? പറ്റുമോന്നൊരു ചോദ്യമില്ലല്ലോ. എല്ലാം നിയമപരമായി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ? ഇതോടെ ഗൗതമന്റെ പേരിലുള്ള സർവ്വ സ്വത്തുക്കളും പ്രണവ് സാറിന്റെ പേരിൽ ആയിക്കഴിഞ്ഞു. ഇനി ഈ ഡോക്യുമെന്റ്സ് എവിടെ കൊണ്ടുപോയി കൊടുത്താലും ആർക്കും ഒരു സംശയവും തോന്നില്ല. ഗൗതം സബ് രജിസ്ട്രാർ ഓഫീസിൽ വന്ന് പ്രണവിന്റെ പേരിൽ എല്ലാം എഴുതി കൊടുത്തതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് പ്രണവേ. നോക്കി. പ്രണവേ, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഈ നിമിഷം മുതൽ പ്രണവ് വേറും പ്രണവല്ല, കോടീശ്വരനായ പ്രണവ. അപ്പൊ പിന്നെ നീയോ? നീയും കോടീശ്വരയല്ലേ? നോക്കു ജ്യോതി, നമ്മുടെ മക്കളുടെ സന്തോഷം കണ്ടില്ലേ? ഇതൊന്ന് കാണാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ജയിലിൽ കിടന്നതിൽ പോലും ഇപ്പൊ എനിക്കൊരു വിഷമവും തോന്നുന്നില്ല. അപ്പൊ എന്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്തു തീർത്തിട്ടുണ്ട്. എന്നാ ഞാൻ പോയിക്കോട്ടെ. മുരളി ധൈര്യം ഇട്ടുപെക്കും. പറഞ്ഞതിന്റെ 5 ഇരട്ടി എമൗണ്ട് മുരളിയുടെ വീട്ടിലെത്തിക്കോളും. എന്താ അതുപോലെ? മതി മാഡം, ധാരാളം മതി. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനി എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഓക്കെ മാഡം. നിധിയും ഗൗതമും സ്വത്തുക്കൾ മുഴുവൻ ഗൗതമന്റെ പേരിലാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ ഇത്രയും കിടന്ന് നെളിച്ചത്? ആ ധൈര്യത്തിലല്ലേ നമ്മളെ നട റോഡിലേക്ക് ഇറക്കി വിട്ടത്? ഇനി വെച്ച് താമസിപ്പിക്കരുത് പ്രണവേ. ഇപ്പൊ തന്നെ നമുക്ക് ഈശ്വരമംഗലത്തേക്ക് പോണം. 2 എണ്ണത്തിനെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പുറത്താക്കണം. കുറെ നാളായിട്ട് എന്റെ മനസ്സിൽ ഞാൻ ഇട്ട് വളർത്തിയ പകയ്ക്ക് മുഴുവൻ ഇന്ന് ഞാൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി പോവാ. വാ ശിവാനി, വെച്ച് താമസിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ പോവാ നമുക്ക്. വാ. വെറുതെ വിട്ടിട്ടും പറയില്ലേ പ്രണവേ. എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പോകരുത്. അത് വലിയ അബദ്ധമാവും. നിങ്ങൾ എന്തീ പറയുന്നേ? സ്വത്തുക്കളൊക്കെ ഇപ്പൊ നിയമപ്രകാരം എന്റെ പേരിലായി കഴിഞ്ഞല്ലോ. പിന്നെന്താ കുഴപ്പം? ഈ ഡോക്യുമെന്റ്സ് എവിടെ വേണമെങ്കിലും കൊണ്ടു കൊടുക്കാന്ന് ആ മുരളി സാർ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. മുരളി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് മോളെ. നിങ്ങളുടെ ആവേശമൊക്കെ നല്ലത് തന്നെയാണ്, കൃത്യവുമാണ്. ഈ ഡോക്യുമെന്റ്സുമായി ഈശ്വരമംഗലത്തേക്ക് ചെന്ന് കയറി ഈ വീട് എനിക്ക് അവകാശപ്പെട്ടതാണെന്നും അനധികൃതമായി ഇവിടെ താമസിക്കുന്ന എനിക്കിഷ്ടപ്പെടാത്തവരെല്ലാം ഇവിടുന്ന് ഇറങ്ങിത്തരണമെന്ന് പ്രണവ് ആവശ്യപ്പെട്ടാൽ നിയമപ്രകാരം ഗൗതമും നിധിയും അവിടുന്ന് ഇറങ്ങേണ്ടി വരും. പക്ഷേ ഒരു മറുവശം കൂടിയുണ്ട്. കുടിയിറക്കാൻ ശ്രമിക്കുന്ന കാര്യം പറഞ്ഞ് അവർക്കൊരു കേസിന് പോവാം. പോരാഞ്ഞ് പാർവതി അവരുടെ പക്ഷത്താണ്. കോടതിയിൽ നിലനിൽക്കില്ല എങ്കിൽ പോലും ഈ ഡോക്യുമെന്റ്സ് ഫേക്ക് ആണെന്ന് പറഞ്ഞ് ഒരു നീക്കം നടത്തിയാൽ തൽക്കാലത്തേക്കെങ്കിലും അവർക്കൊരു സ്റ്റേ വാങ്ങിക്കാൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ പറയുന്നത്? നിയമപരമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ബലപ്രയോഗം അതിന് ശേഷം മതി. CKC പറഞ്ഞതാ കറക്റ്റ്. ഈ ഡോക്യുമെന്റ്സുമായി നിങ്ങൾ ഇപ്പൊ തന്നെ അഡ്വക്കേറ്റ് ഓംപ്രകാശിനെ പോയി കാണണം. എന്നിട്ട് ഗൗതമിനെയും നിധിയെയും ഒഴിപ്പിക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഒരു കേസും ഫയൽ ചെയ്യണം. കൃത്യം ഒരു ഡേറ്റ് വെച്ച് വീട് ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഗൗതമിന് നോട്ടീസ് അയക്കും. അത് കഴിഞ്ഞും അവർ ഒഴിയാതിരുന്നാൽ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കോടതി പോലീസിനെ ചുമതലപ്പെടുത്തും.